ചെങ്ങാലൂർ കുട്ടാടൻപാടത്ത് ഓട്ടുകമ്പനിക്കായി അനധികൃത കളിമൺ ഖനനം. പാടത്തു നിന്നും എടുത്ത കളിമണ്ണ് തിരിച്ചുകൊണ്ടിടണമെന്ന ആവശ്യം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വില്ലേജ് കൃഷി ഓഫീസർമാർ ഓട്ടുകമ്പനിയിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. തീരദേശ മേഖലയിൽ വലവിരിച്ച് ലഹരി മാഫിയ. നാട്ടിക ചേർക്കരയിൽ 2 കിലോ കഞ്ചാവുമായി 2 പേർ അറസ്റ്റിൽ. ഗുരുവായൂർ ബ്രാഹ്മണ സമൂഹ മഠം റോഡിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം. കുറുമാലിപ്പുഴയിൽ ഭീതിയായി നീർനായകൾ. ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ. ഉല്ലൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനുള്ളിലെ പ്ലാസ്റ്റിക് കമ്പനിയിൽ അഗ്നിബാധ. കമ്പനിക്കുള്ളിലെ പ്ലാന്റ് പൂർണ്ണമായും കത്തിനശിച്ചു. 20 ലക്ഷം രൂപയുടെ നഷ്ടം. തട്ടകദേശങ്ങളിലെ കാവുകളിൽ ആവേശലഹരി. ചേലക്കര അതിമഹാകാളങ്കാവ് വേല വർണ്ണാഭമായി. നമസ്കാരം. ചെങ്ങാലൂർ കുട്ടാടൻപാടത്ത് ഓട്ടുകമ്പനി ഉടമയുടെ അനധികൃത കളിമൺ ഖനനം. എടുത്ത കളിമണ്ണ് തിരിച്ചു കൊണ്ടിടണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വില്ലേജ് കൃഷി ഓഫീസർമാർ ഓട്ടുകമ്പനിയിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. യാതൊരുവിധ അനുമതിയുമില്ലാതെ രാത്രിയുടെ മറവിൽ ഗുണ്ടാ നേതാക്കളുടെ സഹായത്തോടെയാണ് വ്യാപകമായി കളിമണ്ണ് കടത്തിയത്. വെണ്ടൂർ ചുങ്കത്തിന് സമീപം പ്രവർത്തിക്കുന്ന ഓട്ടുകമ്പനിയുടെ ഉടമയാണ് സ്വന്തം പാടത്തുനിന്ന് അനധികൃതമായി കളിമണ്ണെടുത്തത്. നേരം പുലരും മുൻപായി 100ഓളം ലോഡ് കളിമണ്ണ് പാടത്തുനിന്ന് ഓട്ടുകമ്പനിയിലേക്ക് മാറ്റി. രാവിലെ മണ്ണെടുപ്പ് ശ്രദ്ധയിൽപ്പെട്ട വാർഡ് മെമ്പർ ബന്ധപ്പെട്ട അധികാരികളെ വിവരമറിയിക്കുകയായിരുന്നു. മണ്ണ് കടത്തിയത് ഓട്ടുകമ്പനിയിലേക്കാണെന്ന് മനസ്സിലാക്കിയ അധികൃതർ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തി മണ്ണ് കണ്ടെത്തി. സംഘത്തിലുണ്ടായിരുന്ന പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി ശിവരാജൻ, കൃഷി ഓഫീസർ മിനി മേനോൻ, ചെങ്ങാലൂർ വില്ലേജ് ഓഫീസർ TR വിനോദിനി, ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി അംഗം ജോസ് പൂവത്തുകാരൻ എന്നിവർ ഓട്ടുകമ്പനിയുടമയോട് മണ്ണ് തിരിച്ചുകൊണ്ടിടാൻ നിർദ്ദേശിച്ചു. എന്നാൽ ഓട്ടുകമ്പനിയുടമ നിർദ്ദേശം അംഗീകരിക്കാതായതോടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കമ്പനിയുടെ ഓഫീസിനുള്ളിൽ കുത്തിയിരിപ്പ് സമരം നടത്തുകയായിരുന്നു. എടുത്ത മണ്ണ് തിരിച്ചുകൊണ്ടിടുന്നതുവരെ സമരം തുടരാനായിരുന്നു അധികൃതരുടെ തീരുമാനം. സമരം അരമണിക്കൂർ പിന്നിട്ടപ്പോഴേക്കും കമ്പനിയുടമ കളിമണ്ണ് തിരിച്ചുകൊണ്ടിട്ട് തണ്ണീർത്തടം പൂർവ്വസ്ഥിതിയിലാക്കാമെന്ന് ഉറപ്പ് നൽകി. ഇതോടെയാണ് സമരം അവസാനിപ്പിച്ച് അധികൃതർ മടങ്ങിയത്. ശനിയാഴ്ച വൈകിട്ടോടെ തണ്ണീർത്തടം പൂർവ്വസ്ഥിതിയിലാക്കിയില്ലെങ്കിൽ കർശന നടപടിയെടുക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. TCV പുതുക്കാട്. നാട്ടിക ചേർക്കരയിൽ 2 കിലോ കഞ്ചാവുമായി വധശ്രമ കേസിലെ പ്രതിയടക്കം 2 യുവാക്കളെ ക്രൈംബ്രാഞ്ചും വലപ്പാട് പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. മുറ്റിച്ചൂർ കല്ലാറ്റുപുഴ സ്വദേശികളായ കാഞ്ഞിരത്തിൽ വീട്ടിൽ ഹിരത്, കോലിപ്പറമ്പിൽ വീട്ടിൽ ഹാരിസ് എന്നിവരാണ് അറസ്റ്റിലായത്. ചേർക്കര ഗ്രൗണ്ടിന് സമീപം കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡിൽ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് ആഡംബര ബൈക്കിലെത്തിയ യുവാക്കൾ കഞ്ചാവുമായി പിടിയിലായത്. ക്രൈംബ്രാഞ്ച് SI MP മുഹമ്മദ് റാഫി, വലപ്പാട് SI വിനോദ് വലിയാറ്റൂർ എന്നിവർ ഉൾപ്പെട്ട സ്പെഷ്യൽ സ്ക്വാഡാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ബാഗിനകത്ത് പൊളിത്തീൻ കവറിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു കഞ്ചാവ്. ലഹരി മാർക്കറ്റിൽ വിലയുള്ള നീലച്ചടയൻ കഞ്ചാവ് തമിഴ്നാട്ടിൽ നിന്ന് ബൈക്കിലെത്തിക്കുകയാണ് പതിവ്. ഇത്തരത്തിലെത്തിക്കുന്ന കഞ്ചാവ് വിജനമായ സ്ഥലങ്ങളിലെ പൊന്തക്കാടുകളിൽ രഹസ്യമായി സൂക്ഷിച്ച് 1000-500 രൂപ വീതമുള്ള പൊതികളിലായാണ് വിൽപ്പന. ലഹരി സംഘത്തിലെ പ്രധാനിയെക്കുറിച്ച് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഊർജിതമാക്കിയെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. TCV ന്യൂസ്, തൃപ്രയാർ. പരീക്ഷാകാലമായതിനാൽ ബുദ്ധിയും ഓർമ്മശക്തിയും വർദ്ധിക്കുമെന്ന് പ്രചരിപ്പിച്ചാണ് വിദ്യാർത്ഥികൾക്കിടയിൽ കഞ്ചാവ് വിപണനം നടക്കുന്നതെന്ന് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ്. നാട്ടിക ചേർക്കരയിൽ 2 കിലോ കഞ്ചാവുമായി 2 യുവാക്കൾ പിടിയിലായ സംഭവത്തിലാണ് ലഹരി മാഫിയയുടെ സ്വാധീനത്തെക്കുറിച്ച് അന്വേഷണ സംഘം മുന്നറിയിപ്പ് നൽകുന്നത്. ഒരു തവണ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതോടെ രക്ഷപ്പെടാൻ കഴിയാതെ മാനസിക നില തകരാറിലാവുകയാണ് യുവാക്കൾക്ക്. ഇത് ചൂഷണം ചെയ്യുകയാണ് ലഹരി മാഫിയകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് ലഹരി വേട്ടയ്ക്കായി വിവിധ സ്റ്റേഷനുകളിലെ പോലീസുകാരെ ഉൾപ്പെടുത്തി റൂറൽ SP പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട്. ഗുരുവായൂർ ബ്രാഹ്മണ സമൂഹ മഠം റോഡിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. അങ്ങാടിത്താഴം മേഖലയിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്ന പൈപ്പാണ് പൊട്ടിയത്. ഈ മേഖലയിൽ മാസങ്ങളായി കടുത്ത കുടിവെള്ളക്ഷാമമാണ് നേരിടുന്നത്. ക്ഷാമം പരിഹരിക്കുന്നതിനായി അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതിയ പദ്ധതിയുടെ ജോലികൾ നടന്നുവരികയാണ്. ഈ പദ്ധതിയുടെ ഭാഗമായി JCB ഉപയോഗിച്ച് കുഴിയെടുത്തപ്പോഴാണ് പൈപ്പ് പൊട്ടിയത്. ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് കാനയിലേക്ക് പാഴായി പോകുന്നത്. മാസങ്ങൾക്ക് മുൻപ് അങ്ങാടിത്താഴം മേഖലയിൽ പൈപ്പ് പൊട്ടി മലിനജലം കലർന്ന് കുട്ടികളടക്കം നിരവധി പേർ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ നാട്ടുകാർക്കിടയിൽ വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. കുറുമാലിപ്പുഴയിൽ നീർനായ ശല്യം രൂക്ഷം. കടവുകളിൽ ഇറങ്ങുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ.
കുറുമാലിപ്പുഴയിലെ വിവിധ കടവുകളിലാണ് നീർനായകളെ കണ്ടത്. ഒരാഴ്ചയിലേറെയായി പലയിടങ്ങളിലായി നീർനായയെ കണ്ടുവന്ന് നാട്ടുകാർ പരാതി പറഞ്ഞിട്ടും അധികൃതർ നടപടിയെടുത്തിരുന്നില്ല. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം മുപ്പിളിയം അമ്പലക്കടവിൽ 12 വയസ്സുകാരനെ നീർനായക്കൂട്ടം ആക്രമിച്ചത്. 10ഓളം നീർനായകളിൽ നിന്ന് തലനാരിഴയ്ക്കാണ് കുട്ടി രക്ഷപ്പെട്ടത്. കാലിന് പരിക്കേറ്റ കുട്ടിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നീർനായ ആക്രമണം ഉണ്ടായ സാഹചര്യത്തിൽ പുഴയുടെ കടവുകളിൽ ഇറങ്ങുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ പറഞ്ഞു. വേനൽ രൂക്ഷമായതോടെ ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ നിന്ന് നിരവധി ആളുകളാണ് പുഴയെ ആശ്രയിക്കുന്നത്. കുളിക്കാനും അലക്കാനുമായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ എത്തുന്ന കടവുകളിലാണ് നീർനായകൾ തമ്പടിച്ചിരിക്കുന്നത്. വേനലവധി ആരംഭിക്കുന്നതോടെ പുഴയിൽ കുളിക്കാനെത്തുന്നവരുടെ എണ്ണം ഇനിയും കൂടും. എത്രയും വേഗം നീർനായകളെ പുഴയിൽ നിന്ന് തുരത്താൻ അധികൃതർ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ നീർനായകളുടെ ആക്രമണത്തിന് നാട്ടുകാർ ഇരകളാകേണ്ടി വരുമെന്നാണ് ആശങ്ക. TCV പുതുക്കാട്. ഉല്ലൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനുള്ളിലെ പ്ലാസ്റ്റിക് കമ്പനിക്ക് തീപിടിച്ചു. കമ്പനിക്കുള്ളിലെ പ്ലാന്റ് പൂർണ്ണമായും കത്തിനശിച്ചു. 20 ലക്ഷം രൂപയോളം നഷ്ടം കണക്കാക്കുന്നു. ഞായറാഴ്ച പുലർച്ചെയാണ് തീപിടുത്തമുണ്ടായത്. ചിറയത്ത് ഫ്രാൻസിസിന്റെ ഉടമസ്ഥതയിലുള്ള പോപ്പുലർ പ്ലാസ്റ്റിക്സ് കമ്പനിയിലാണ് തീപിടുത്തമുണ്ടായത്. കമ്പനിയുടെ ഉള്ളിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് സമീപത്ത് താമസിക്കുന്ന തൊഴിലാളികൾ ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയായിരുന്നു. കമ്പനിയുടെ പ്ലാന്റിന് സമീപത്ത് നിന്ന് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് തീ പടരുന്നത് തടയാൻ തൊഴിലാളികൾക്കായി തൃശൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കാളവേലയ്ക്കും വെടിക്കെട്ടിനും പേരുകേട്ട ചേലക്കര അന്തിമഹാകാളൻകാവ് വേല ആഘോഷം വർണ്ണാഭമായി. രാവിലെ മുതൽ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ചേലക്കര, വെങ്ങാനല്ലൂർ, തോന്നൂർക്കര, പങ്ങാരപ്പള്ളി, കുറുമല ദേശങ്ങളിൽ കാളയുടെ തലവെക്കൽ ചടങ്ങുകൾ ആഘോഷമായി നടന്നു. പൊയ്ക്കാളകളും കുതിരകളുമായി നാട്ടുപാട്ടിന്റെ ഈണത്തിലും അസുരവാദ്യത്തിന്റെ താളത്തിലും എത്തിയ നാട്ടുവേലകൾ വൈകിട്ട് കാവിന് മുൻപിലുള്ള പാടത്ത് സംഗമിച്ചു. ഞായറാഴ്ച ക്ഷേത്രത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കാളകളികൾ നടക്കും. തുടർന്ന് കാളിദാരിക സംവാദവും പോർവിളിയും പ്രതീകാത്മക വധവും നടക്കുന്നതോടെ വേലയാഘോഷത്തിന് സമാപനമാകും. ദേശീയപാത നടത്തറയിൽ ബൈക്കുകൾ കൂട്ടിമുട്ടി യുവാവ് മരിച്ചു. നടത്തറ JP നഗറിൽ മഠത്തിപ്പറമ്പിൽ സന്തോഷ് മകൻ മിഥുനാണ് മരിച്ചത്. ഫാബ്രിക്കേഷൻ തൊഴിലാളിയാണ്. ഹൈവേയിലേക്ക് കയറുകയായിരുന്ന മിഥുൻ സഞ്ചരിച്ച ബൈക്കിൽ സർവീസ് റോഡിലൂടെ വന്ന മറ്റൊരു ബൈക്ക് ഇടിക്കുകയായിരുന്നു. ഉടൻ ജൂബിലി മിഷൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. പെൻഷൻ നൽകുന്നത് ഒഴിവാക്കാനാണ് ഇന്ത്യ അടക്കമുള്ള മുഴുവൻ രാജ്യങ്ങളിലെയും സർക്കാരുകൾ ശ്രമിക്കുന്നതെന്ന് സെന്റർ ഓഫ് ട്രേഡ് യൂണിയൻസ് അഖിലേന്ത്യാ സെക്രട്ടറി KK ദിവാകരൻ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം തൃപ്രയാർ TSGA ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിൽ സമയം കുറയ്ക്കുന്നതടക്കമുള്ള പ്രശ്നങ്ങളിൽ ട്രേഡ് യൂണിയനുകൾ സമരത്തിലാണ്. ഇവർക്കൊപ്പം പെൻഷൻകാരുടെ സംഘടനകളും ഒരുമിച്ച് നിന്നില്ലെങ്കിൽ സാമ്പത്തിക ആനുകൂല്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. KSPU ജില്ലാ പ്രസിഡന്റ് AP ജോസ് അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് M തുളസി, CITU ജില്ലാ പ്രസിഡന്റ് KK രാമചന്ദ്രൻ, DCC സെക്രട്ടറി അനിൽ പുളിക്കൽ, KK കാർത്തികേയ മേനോൻ, EV ദശരഥൻ എന്നിവർ സംസാരിച്ചു. ബാങ്ക് വായ്പാ ജപ്തികൾക്ക് സർക്കാർ മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും കമ്മളം പോത്തോടിയിലെ തെരേസ്യാമ്മയ്ക്ക് ഇത് ആശ്വാസമാകുന്നില്ല. 4.5 ലക്ഷം രൂപയുടെ ജപ്തി ഭീഷണി നേരിടുകയാണ് വിധവയായ ഈ 64-കാരി. ജില്ലാ സഹകരണ ബാങ്കിൽ നിന്നും വീട് പണിക്കെടുത്ത 1.5 ലക്ഷം രൂപയുടെ വായ്പയാണ് 18 വർഷത്തിനു ശേഷം 4.5 ലക്ഷത്തിന്റെ ബാധ്യതയായി അവരുടെ ജീവിതത്തിൽ വെല്ലുവിളി ഉയർത്തുന്നത്. തവണകൾ കൃത്യമായി അടച്ചുവന്ന പയ്യപ്പള്ളി ഡേവിസിന്റെ ഭാര്യ ത്രേസ്യാമ്മയെ ഇടക്കാലത്തുണ്ടായ സാമ്പത്തിക പ്രശ്നമാണ് ബാങ്ക് അധികൃതരുടെ അനിഷ്ടക്കാരിയാക്കിയത്. പലിശയും കൂട്ടുപലിശയും ചേർത്ത് വായ്പാ സംഖ്യയുടെ തുക ഉയർത്തണമെന്ന് അവർ നിർദ്ദേശിച്ചു. ഇതോടെ 50,000 രൂപ കൂടി കിട്ടിയപ്പോൾ അവർ 2.5 ലക്ഷം രൂപയുടെ വായ്പക്കാരിയായി മാറി. വീണ്ടും പ്രതിമാസ അടവും ഇടയ്ക്കുള്ള മുടക്കവും തുടർന്നു. പിന്നെയും ഇവർക്ക് 5 വർഷത്തേക്കുള്ള 4 ലക്ഷം രൂപയുടെ വായ്പയായി ഇതിനെ മാറ്റേണ്ടി വന്നു. ഇതിനിടയിലാണ് മത്സ്യക്കച്ചവടക്കാരനായ ഡേവിസിന്റെ മരണം. ജപ്തി നോട്ടീസിന്റെ ഭീഷണിയിലാണ് ഭർത്താവ് തൂങ്ങി മരിച്ചതെന്ന് ത്രേസ്യാമ്മ പറഞ്ഞു. 2001 തുടങ്ങി. 2001 തുടങ്ങി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പുതുക്കലും വയ്ക്കലുമായിട്ട് അങ്ങനെ നിൽക്കണം. ഇതുവരെ അവിടെ നിന്ന് തല പൊക്കാൻ പറ്റണില്ല.
2-3 പ്രാവശ്യം ആൾ മരിക്കണേക്ക് മുമ്പ് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, കോഴിക്കട ഉണ്ടായിരുന്നു. അപ്പോൾ ആ കോഴിക്കടയിൽ പോയി ഇരിക്കുമ്പോഴാണ് ഇതുപോലെ ഉച്ചനേരം ഞാൻ നേരത്തെ അവർ വരിക. വന്നു കഴിയുമ്പോൾ ആളുണ്ടാവും. എന്നിട്ട് പറയും ജപ്തിക്ക് വരാമെന്ന് പറയുക. അങ്ങനെ 3-ാം ദിവസമാണ് 3 പ്രാവശ്യവും വന്നു പോയി. ആ ഞായറാഴ്ചയാണ് ആൾ തൂങ്ങി മരിച്ചത്. പ്രതിമാസ അടവിന്റെ പേരിൽ വലിയ തുകകൾ ഇതിനകം ബാങ്കിൽ അടച്ചെങ്കിലും അതെല്ലാം പലിശയിലേക്ക് വരവ് വെച്ചെന്നാണ് അവരുടെ കണക്കെന്ന് ത്രേസ്യാമ്മ പറയുന്നു. ഒന്നിച്ചടച്ചില്ലെങ്കിൽ വീണ്ടും പുതിയ സംഖ്യയ്ക്ക് വായ്പ പുതുക്കണമെന്ന നിർദ്ദേശവുമുണ്ടത്രേ. എന്നാൽ ഇനി പുതുക്കലില്ലെന്നാണ് ഈ വീട്ടമ്മയുടെ നിലപാട്. പരിയാരം പഞ്ചായത്തിലെ മികച്ചൊരു കൃഷിക്കാരിയാണ് ഇവർ. പാട്ടത്തിനടുത്ത് ചെയ്ത പല കൃഷികളും നഷ്ടത്തിലായതാണ് ഇവരുടെ ശനിദശയ്ക്ക് കാരണം. പ്രാദേശിക തലത്തിൽ ചില കാർഷിക പുരസ്കാരങ്ങൾ കിട്ടിയെങ്കിലും കൃഷിയെ ജീവന് തുല്യം സ്നേഹിച്ച ഈ സ്ത്രീക്ക് ജപ്തി എന്ന സമ്മാനമാണ് ഇപ്പോൾ ബാങ്കുകാർ നൽകാൻ ഒരുങ്ങുന്നത്. TCV ന്യൂസ്, ചാലക്കുടി. വെള്ളറക്കാട് ബൈക്ക് വീപ്പയിലിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. കൊല്ലമ്പടി കിഴക്കേപ്പുരയ്ക്കൽ ദിലീപിനാണ് പരിക്കേറ്റത്. വടക്കാഞ്ചേരി കുന്നംകുളം റോഡ് പണിയുടെ ഭാഗമായി ഗതാഗത നിയന്ത്രണത്തിനായി റോഡിൽ വെച്ചിരുന്ന ടാർ വീപ്പയിലിടിച്ച് ബൈക്ക് മറിയുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ ദിലീപിനെ തൃശൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരിങ്ങാലക്കുട ചന്തക്കുന്ന് പരിസരത്ത് നടന്നു പോകവെ കുഴഞ്ഞു വീണ് വയോധികൻ മരിച്ചു. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. കനത്ത ചൂടിൽ നിർജ്ജലീകരണം സംഭവിച്ചതാകാം മരണകാരണമെന്ന് കരുതുന്നു. ഇരിങ്ങാലക്കുട പോലീസ് എത്തി മൃതദേഹം സഹകരണ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ആളെ തിരിച്ചറിയുന്നവർ ഇരിങ്ങാലക്കുട പോലീസിൽ ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ നമ്പർ 0480-282-5228. പെരിഞ്ഞനത്ത് വിവാഹ വീട്ടിൽ ഗാനമേളയ്ക്കെത്തിയ സൗണ്ട് ഓപ്പറേറ്റർമാരെ ആക്രമിച്ച കേസിൽ 4 പേരെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം അറവുച്ചാല സ്വദേശി കുളങ്ങര വീട്ടിൽ മിൻഷാദ്, 3 പീടിക മഠത്തിപ്പറമ്പിൽ സജീവൻ, പെരിഞ്ഞനം പുതുപുരയ്ക്കൽ അമ്പാടി സഹോദരൻ രാജു എന്നിവരെയാണ് SI റിയാസ് ചാക്കിരിയും സംഘവും അറസ്റ്റ് ചെയ്തത്. ഫെബ്രുവരി 13-ാം തീയതിയായിരുന്നു കേസിനാസ്പദമായ സംഭവം. കുറ്റിലക്കടവ് ഒരു വിവാഹത്തിന്റെ ഭാഗമായി നടത്തിയ ഗാനമേളയുടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ജോലിക്കെത്തിയവരെ ആക്രമിച്ച കേസിലാണ് അറസ്റ്റ്. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷാജു, CK അഭിലാഷ്, നഹീഷ്, കിരൺ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. രാജീവ് വെങ്കടങ്ങിന്റെ മയൂര നൃത്തം പകർത്താൻ ഫ്രാൻസിൽ നിന്നും പ്രമുഖ ഫോട്ടോഗ്രാഫറായ ചാൾസ് ഫ്രിഗർ വെങ്കടങ്ങ് കണ്ണോത്തുകടവിലെത്തി. ഇന്ത്യൻ കലാരൂപങ്ങൾ ഉൾപ്പെടുത്തി ചാൾസ് ഫ്രിഗർ പുറത്തിറക്കുന്ന ഫോട്ടോ ആൽബത്തിലേക്ക് വേണ്ടിയാണ് മയൂര നൃത്തത്തിന്റെ ചിത്രങ്ങൾ പകർത്തുന്നത്. ഇന്ത്യൻ കലാരൂപങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ ഫോട്ടോ ആൽബം ചാൾസ് ഫ്രിഗറിന്റെ 19ാമത്തെ ആൽബമാണ്. വെങ്കടങ്ങ് കണ്ണോത്തുകടവിൽ കൊയ്ത്തു കഴിഞ്ഞ പാടശേഖരങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു മയൂര നൃത്തത്തിന്റെ ചിത്രീകരണം. പൊയ്ക്കാലിൽ മയൂര നൃത്തം അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയിട്ടുള്ള ആളാണ് രാജീവ് വെങ്കടങ്ങ്. കുന്നംകുളം ബസ് സ്റ്റാൻഡ് ഫീസ് പിരിവ് കുടുംബശ്രീയെ ഏൽപ്പിക്കാൻ ധാരണ. ബസ് സ്റ്റാൻഡ് പിരിവ് ലേലത്തിൽ പങ്കെടുത്തവർ കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയതാണ് കുടുംബശ്രീയെ ഏൽപ്പിക്കാൻ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ധാരണയായത്. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ PM സുരേഷ്, KA അസീസ്, തോമസ്, ബിജു, C ബേബി എന്നിവർ സംസാരിച്ചു. സാമ്പത്തിക സേവന രംഗത്തെ പ്രമുഖരായ ന്യൂ ട്രിച്ചൂർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർധന കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്ക് വിവാഹ ധനസഹായം വിതരണം ചെയ്തു. കോണത്തുകുന്നിൽ നിർധനയായ പെൺകുട്ടിയുടെ വീട്ടിലെത്തിയാണ് 1 ലക്ഷം രൂപയുടെ ധനസഹായം കൈമാറിയത്. ന്യൂ ട്രിച്ചൂർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ വർഗീസ് ജോസ് സഹായം കൈമാറി. കമ്പനി ചെയർമാൻ KA ബോബൻ, ഡയറക്ടർമാരായ റോസ്മോൾ, സിന്ധു C ഉണ്ണികൃഷ്ണൻ, അസിസ്റ്റന്റ് മാനേജർ രശ്മി, HR മാനേജർ ദേവദാസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സാമ്പത്തിക സേവന രംഗത്ത് 62 വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി മുന്നേറുന്ന ന്യൂ ട്രിച്ചൂർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് നിർധനരായ കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുന്നതടക്കം നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. ബിസിനസിനോടൊപ്പം മികച്ച സാമൂഹ്യ പ്രതിബദ്ധതയാർന്ന പ്രവർത്തനങ്ങളുമായി ഏവർക്കും മാതൃകയാവുകയാണ് ന്യൂ ട്രിച്ചൂർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിരിപ്പാക്ക സ്പിന്നിംഗ് മില്ലിലെ INTUC തൊഴിലാളികളുടെ നേതൃത്വത്തിൽ മേൽപ്പടിക്കൽ പ്രതിഷേധ ധർണ നടത്തി. മുൻ MLA PA മാധവൻ ധർണ ഉദ്ഘാടനം ചെയ്തു. DCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് അധ്യക്ഷത വഹിച്ചു. PJ രാജു, തോമസ് പുത്തൂർ, KR ചന്ദ്രൻ, KC കൃഷ്ണൻ, CT ചാർലി തുടങ്ങിയവർ സംസാരിച്ചു. ഓരോ വ്യക്തിയുടെയും മനസ്സിലുള്ള വിശ്വാസം ആ വ്യക്തിയുടെ തൃപ്തിക്കനുസരിച്ച് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാകേണ്ടത് മതനിരപേക്ഷ സംസ്കാരമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് പറഞ്ഞു. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം സൗഹൃദ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രൊഫസർ KU അരുണൻ MLA അധ്യക്ഷത വഹിച്ച സൗഹൃദ കൂട്ടായ്മയിൽ KC പ്രേമരാജൻ, ഉല്ലാസ് കളക്കാട്ടിൽ, VA മനോജ് കുമാർ, TG ശങ്കരനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രളയത്തിൽ ഭാഗികമായി തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായ കുണ്ടൂർ പായ്ത്തുരുത്ത് തൂക്കുപാലം അറ്റകുറ്റപ്പണികൾ നടത്താത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ ധർണ നടത്തി. കുണ്ടൂർ പള്ളി വികാരി ഫാദർ മിൽട്ടൺ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു.
മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കേശവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. MA ജോജോ, AC ജോയ്, വാർഡ് മെമ്പർ മുഹമ്മദ് ഫൗസി, ജോസ് തട്ടിൽ, TC ജെയിംസ്, രാജു പായത്തുരുത്ത് എന്നിവർ സംസാരിച്ചു. ധർണയ്ക്ക് ശേഷം സമരക്കാർ പുഴയിൽ കടലാസ് വഞ്ചി ഒഴുക്കി പ്രതിഷേധിച്ചു. ഇടവേള. അമ്മയ്ക്ക് കളർഫുൾ സാരി ഇതുടുത്താൽ കല്യാണ പെണ്ണ് തന്നെ. അതെ, ഡിസൈനർ സാരി, സെറ്റ് സാരി, ചുരിദാർ, ഫ്രോക്ക്, കുട്ടികൾക്കുള്ള റെഡിമെയ്ഡ്സ്, ഷർട്ട്, ജീൻസ് ഇതെല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്യാനുണ്ട്. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. പോലീസിന്റെ സമയോചിത ഇടപെടലിനെ തുടർന്ന് വയോധികയെ തിരിച്ചുകിട്ടിയത് 40,000 രൂപയും 1 പവൻ സ്വർണ്ണാഭരണവും. അഞ്ചങ്ങാടി സ്വദേശി ജാനകിക്കാണ് ചാവക്കാട് പോലീസിന്റെ സമയോചിത ഇടപെടലിനെ തുടർന്ന് സ്വകാര്യ ബസ്സിൽ കളഞ്ഞുപോയ പണവും സ്വർണവും അടങ്ങുന്ന കവർ തിരികെ ലഭിച്ചത്. പണയം വെച്ച സ്വർണം തിരിച്ചെടുക്കുന്നതിനായി ഏങ്ങണ്ടിയൂർ ഏത്തായിലേക്ക് പോവുകയായിരുന്നു ജാനകി. ബസ് ഇറങ്ങിയപ്പോൾ കവർ നഷ്ടമായ വിവരമറിഞ്ഞു. ഉടൻ തന്നെ ചാവക്കാട് പോലീസ് സ്റ്റേഷനിലെത്തി കവർ നഷ്ടമായ വിവരം അറിയിച്ചു. ചാവക്കാട് സ്റ്റേഷനിലെ സീനിയർ CPOമാരായ PK ബാബു, അഷറഫ്, ബിന്ദുരാജ് എന്നിവർ ചേർന്ന് ബസ് സ്റ്റാൻഡിലെത്തി അന്വേഷണം നടത്തി. ജീവനക്കാർ നടത്തിയ തിരച്ചിലിൽ കവർ ബസ്സിൽ നിന്ന് തന്നെ ലഭിച്ചു. അന്ധ പ്രണയജോഡികളായി അഭ്രപാളികളിൽ വിസ്മയം തീർത്ത താരങ്ങളെ അടുത്തറിയാൻ കാഴ്ചയില്ലാത്തവരെത്തിയത് കൗതുകമായി. അകക്കണ്ണുകൾ കൊണ്ടുള്ള കണ്ടുമുട്ടലിന് കുന്നംകുളം ഭാവന തിയേറ്ററാണ് സാക്ഷ്യം വഹിച്ചത്. പ്രകാശ് കുഞ്ഞൻ മൂരായിൽ സംവിധാനം ചെയ്ത ഓൾഡ് ഗോൾഡ് എന്ന മലയാള ചിത്രത്തിന്റെ 15ാം ദിനാഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ താരങ്ങളെ തൊട്ടറിയാനാണ് കാഴ്ചയില്ലാത്തവരുടെ കൂട്ടായ്മയായ വിഭിന്ന വൈഭവ വികസന വേദിയിലെ പ്രവർത്തകർ എത്തിയത്. താരജോഡികൾ അന്ധകഥാപാത്രങ്ങളായി വെള്ളിത്തിരിയിൽ ജീവിച്ച ഇഷ്ടതാരങ്ങളെ തങ്ങളിൽ ഒരാളായി കണ്ടുകൊണ്ട് അവർ അനുഭവങ്ങൾ പങ്കുവച്ചു. കാഴ്ചയില്ലാത്ത ആളുകളുടെ ജീവിതം, അവരുടെ വിഷമങ്ങൾ എന്നിവയെക്കുറിച്ച് പറയുന്ന ഒരു കഥയാണ്. നമ്മൾ വിചാരിക്കും ബ്ലൈൻഡായ ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് സ്വപ്നങ്ങളില്ല, കളറുകളില്ല എന്ന്. പക്ഷേ ഈ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാവും. കാരണം അവർക്ക് അവരുടെ ഒരു കളറ്, ആ പ്രണയം, അത് വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് ഇതിൽ അവതരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. ചിത്രത്തിലെ നായകൻ ഹനീഫ, നായിക നേഹ രത്നാകരൻ എന്നിവരെ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. സംവിധായകൻ പ്രകാശ് കുഞ്ഞൻ മൂരായിൽ, നിർമ്മാതാവ് പൗലോസ് ജോർജ് പെരിനാട് എന്നിവരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. അന്ധരുടെ സംഘടന തയ്യാറാക്കിയ ദേവനാഥം എന്ന ഓഡിയോ ആൽബത്തിന്റെ പ്രകാശനം ഹനീഫയും നേഹയും ചേർന്ന് നിർവഹിച്ചു. ആഘോഷ ചടങ്ങിന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരായ റഷീദ് എരുമപ്പെട്ടി, മുജീബ് ഒറ്റപ്പാലം, ഭാവന തിയേറ്റർ മാനേജർ ജോഷി എന്നിവർ നേതൃത്വം നൽകി. TCV എരുമപ്പെട്ടി. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ PDP സ്ഥാനാർത്ഥി TA മുജീബ് റഹ്മാൻ കൊടുങ്ങല്ലൂരിൽ പര്യടനം നടത്തി. കൊടുങ്ങല്ലൂർ ചേരമാൻ മസ്ജിദിൽ നിന്നുമാണ് സ്ഥാനാർത്ഥി പ്രചാരണം ആരംഭിച്ചത്. ന്യൂസിലാൻഡിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട അൻസിയുടെ വീട് സ്ഥാനാർത്ഥി സന്ദർശിച്ചു. TM മജീദ്, ജമാൽ കുഞ്ഞുണ്ണിക്കര, MK മുഹമ്മദ് ഹാജി എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. ചാലക്കുടി മണ്ഡലം NDA സ്ഥാനാർത്ഥി TN രാധാകൃഷ്ണൻ കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി. കർഷക മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി AR അജി ഘോഷ്, PS അനിൽകുമാർ, CK പുരുഷോത്തമൻ, ജ്യോതി ബാസ് തേവർക്കാട്ടിൽ തുടങ്ങിയവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസിന്റെ ഗുരുവായൂർ മണ്ഡലം പൊതുപര്യടനം തീരദേശത്ത് ആവേശത്തിരയിളക്കമായി. ഏങ്ങണ്ടിയൂർ പൊക്കുളങ്ങരയിൽ LDF കൺവീനർ A വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും MLAയുമായ KV അബ്ദുൽ ഖാദർ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സൈമൺ മാസ്റ്റർ, KK സുധീരൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിരമിക്കുന്ന അധ്യാപക നേതാക്കൾക്ക് തൃശൂരിൽ യാത്രയയപ്പ് നൽകി. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PI യൂസഫ് അധ്യക്ഷനായിരുന്നു. കർഷക സംഘം ജില്ലാ സെക്രട്ടറി PK ഡേവിസ്, അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ TV മദനമോഹൻ, ജില്ലാ സെക്രട്ടറി ജെയിംസ് പി പോൾ തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കായി കൊടകരയിൽ നടത്തിയ ജില്ലാതല ക്വിസ് മത്സരം ജില്ലാ നോഡൽ ഓഫീസർ P പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കോർഡിനേറ്റർ TR മനോഹരൻ അധ്യക്ഷത വഹിച്ചു. കൊടകര SI N ഷിബു, KR ദിവാകരൻ, TK ജോയ്, സജി ജോർജ് എന്നിവർ സംസാരിച്ചു. താന്യം മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പെരിങ്ങോട്ടുകരയിൽ നടത്തി. DCC വൈസ് പ്രസിഡന്റ് ജോസ് വള്ളൂർ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. താന്യം മണ്ഡലം ചെയർമാൻ VK സുശീലൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഐക്യജനാധിപത്യ മുന്നണി നാട്ടിക ബ്ലോക്ക് ചെയർമാൻ ഹാരൂൺ റഷീദ്, വർക്കിംഗ് ചെയർമാൻ K ദിലീപ് കുമാർ എന്നിവർ സംസാരിച്ചു. UDF മതിലകം മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ KPCC സെക്രട്ടറി MK അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ചെയർമാൻ
OA ജൻറിൻ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് SK ഹാഷിം തങ്ങൾ, DCC സെക്രട്ടറിമാരായ CS രവീന്ദ്രൻ, CC ബാബുരാജ് എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരി കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിയായിരുന്ന G ലക്ഷ്മണന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ലക്ഷ്മണ സ്മൃതി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജിജോ കുര്യൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് സെക്രട്ടറി വൈശാഖ് നാരായണസ്വാമി അധ്യക്ഷനായി. കോൺഗ്രസ് നേതാക്കളായ CA ശങ്കരൻകുട്ടി, AS ഹംസ, അഡ്വക്കേറ്റ് TS മായാദാസ്, PV നാരായണസ്വാമി എന്നിവർ സംസാരിച്ചു. വികലാംഗ അസോസിയേഷൻ കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന രാജൻ കോട്ടപ്പുറം അനുസ്മരണം അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് PM മജീദ് അധ്യക്ഷത വഹിച്ചു. ഫാദർ പോൾ തോമസ് കളത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ ചെയർമാൻ KR ജൈത്രൻ, PA സീതി, V രാമദാസ് എന്നിവർ സംസാരിച്ചു. UKG വിദ്യാർത്ഥികൾക്കായി എരുമപ്പെട്ടി നിർമ്മല ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സംഘടിപ്പിച്ച ഗ്രാജുവേഷൻ ഡേ വർണ്ണാഭമായി. സ്കൂൾ മാനേജർ എരുമപ്പെട്ടി ഫൊറോന വികാരി ഫാദർ ജോയ് അടമ്പുകുളം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ കോടതി ഒഫീഷ്യൽ റിസീവർ അഡ്വക്കേറ്റ് E പ്രജിത് കുമാർ അവാർഡ് ദാനം നിർവഹിച്ചു. ഫാദർ ജോർജ് തെറാട്ടിൽ സന്ദേശം നൽകി. സ്കൂൾ സൂപ്രണ്ട് മേജർ KP ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. കുട്ടികളുടെ കയ്യെഴുത്ത് മാസികയായ ദളങ്ങളുടെ പ്രകാശനം ചടങ്ങിൽ നടന്നു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. കൊടകര പഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയിലെ PSC പരീക്ഷാ പഠന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ക്യൂസ് സംഘടിപ്പിച്ചു. സജി മാത്യു മുഖ്യാതിഥിയായിരുന്നു. ലൈബ്രറിയൻ ജെയിൻ അവണൂർ, നോബിൾ ഷൈജു, MS സുജിത് എന്നിവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദിന്റെ കീഴിൽ TKS പുരം ഖിളർ മദ്രസയിൽ കുട്ടികളുടെ നേതൃത്വത്തിൽ ഇക്രഫ് ലൈബ്രറി തുറന്നു. നഗരസഭാ കൌൺസിലർ അഡ്വക്കേറ്റ് CP രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. മഹല്ല് ഇമാം സൈഫുദ്ദീൻ അൽ ഖാസിമി, മൂസ മൗലവി, മഹല്ല് കമ്മിറ്റി ട്രഷറർ KA അബ്ദുൽ കരീം, TK ഹൈദ്രോസ് എന്നിവർ പങ്കെടുത്തു. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ചെങ്ങാലൂർ കുട്ടാടൻ പാടത്ത് ഊട്ടുകമ്പനിക്കായി അനധികൃത കളിമൺ ഖനനം. പാടത്തു നിന്നും എടുത്ത കളിമണ്ണ് തിരിച്ചു കൊണ്ടിടണമെന്ന ആവശ്യം. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വില്ലേജ് കൃഷി ഓഫീസർമാർ ഊട്ടുകമ്പനിയിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. തീരദേശ മേഖലയിൽ വലവിരിച്ച് ലഹരി മാഫിയ. നാട്ടിക ചേർക്കരയിൽ 2 കിലോ കഞ്ചാവുമായി 2 പേർ അറസ്റ്റിൽ. ഗുരുവായൂർ ബ്രാഹ്മണ സമൂഹമഠം റോഡിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം. കുറുമാലിപ്പുഴയിൽ ഭീതിയായി നീർനായകൾ. ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ. ഉല്ലൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനുള്ളിലെ പ്ലാസ്റ്റിക് കമ്പനിയിൽ അഗ്നിബാധ. കമ്പനിക്കുള്ളിലെ പ്ലാന്റ് പൂർണ്ണമായും കത്തിനശിച്ചു. 20 ലക്ഷം രൂപയുടെ നഷ്ടം. തട്ടകദേശങ്ങളിലെ കാവുകളിൽ ആവേശലഹരി. ചേലക്കര അതിമഹാകാളങ്കാവ് വേല വർണ്ണാഭമായി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.